മനുഷ്യ ശരീരത്തെക്കുറിച്ചും ആന്തരിക അവയവങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് തൃശൂർ അമല മെഡിക്കൽ കോളേജ്. മെഡെക്സ് എക്സ്പോയിൽ എത്തിയാൽ യഥാർത്ഥ മോഡലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ അറിവാണ് പകർന്നു നൽകുന്നത്. തൃശൂർ അമല മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ജീവിതവും ഒരു മനുഷ്യൻ്റെ ശരീരവും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മെഡിക്കൽ എക്സ്പോ നടക്കുന്ന ഒരിടത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിനകത്തേക്ക് കടക്കുന്നത് പോലെ തന്നെയാണ് ഇതിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശരിക്കും വായ്ക്കകത്താണ്. എന്താണെന്ന് ഇവിടെ ഉള്ളവർ തന്നെ വിശദീകരിക്കും. ഇപ്പോൾ നമ്മുടെ കോളേജ് ഹോസ്റ്റ് ചെയ്യുന്നത് മെഡെക്സ് എന്ന് പറഞ്ഞൊരു കോൺകോഡ് ഒരു എക്സിബിഷനാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മെഡെക്സ് എക്സ്പോ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മെഡെക്സ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ടണൽ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ GIT എന്ന് പറയുന്നതാണ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഡൈജഷൻ ദഹനം നടക്കുന്നത്, എങ്ങനെയാണ് വലിച്ചെടുക്കുന്നത്, അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു ടണൽ പോലെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ വായിൽ നിന്ന് തുടങ്ങി ഇതൊരു വലിയ നീളമുള്ള സ്ട്രക്ചറാണ്. നമുക്ക് പതുക്കെ കണ്ടുപോകാം. ഒരു ശരിക്കുള്ളൊരു മനുഷ്യ ശരീരം അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഈ നമ്മളിവിടെ തൊറാക്സിൻ്റെ, അതായത് നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഭാഗത്ത് ഇതാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ. ഇത് നമ്മളുടെ ശ്വാസകോശമല്ല, ഇത് ഹൃദയമാണ്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ലിവറാണ്. ഇതെന്താണ്? അതും ലിവറിൻ്റെ ഭാഗങ്ങൾ തന്നെയാണല്ലേ. സാധാരണ ആളുകൾക്ക് ഈ ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ എത്തി ഇതൊക്കെ കാണാനും ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളും ഒക്കെ തന്നെ നേരിട്ട് ഈ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നും അതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തു നിന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു എക്സിബിഷൻ? നല്ല, ഞങ്ങൾ HSM പഠിക്കുന്ന പിള്ളേരാണ് ജോൺ മത്തായി കോളേജിൽ. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് MBA ആണ്. അപ്പോൾ അതിൽ അനാട്ടമി ഉണ്ട്. അനാട്ടമി നമുക്ക് അധികം കൂടുതലും BCom BBA കഴിഞ്ഞ് പറഞ്ഞതുകൊണ്ട് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു കേൾക്കാൻ നല്ലാണ്ട് നോളജ് നമുക്ക് കുറവാണ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു കാറ് കത്തിക്കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിൽ എങ്ങനെയാണ് കാറിനുള്ളിൽ കത്തിയ മൃതദേഹം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൂടാതെ പലതരത്തിലുള്ള ഈ വിഷങ്ങൾ, വിഷച്ചെടികൾ, അതുപോലെ തന്നെ വിഷമുള്ള ജീവികൾ, അവയുടെയൊക്കെ തന്നെ കൃത്യമായ സ്പെസിമെനുകളൊക്കെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട്. അതിനോടൊപ്പം തന്നെ അത് കൃത്യമായി വിവരിക്കാനായി ഈ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളുമുണ്ട്. ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് അമല ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ എക്സിബിഷൻ ചെയ്യുന്നത്. അമലയിൽ 10 വർഷം മുമ്പ്, അതായത് 2014 മെഡിക്കൽ എക്സിബിഷൻ കാണാൻ വന്നവരിൽ ഒരാൾ ഇവിടെ സ്റ്റുഡൻറ്റ് കൗൺസിലുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് ഇങ്ങനെ എക്സിബിഷൻ നടത്തുന്നത്. അപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ആ ഒരു ചാലഞ്ച് എടുക്കാം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഇവരെല്ലാവരും ഞങ്ങളുടെ ഒരു സൗഹൃദം ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സാണ്. സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായമായ ആളുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ അമല മെഡിക്കൽ കോളേജ് ചെയ്യുന്ന ഒരു സംരംഭമാണ്. ഇവരുടെ സാമൂഹികവും നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരാരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, കാരണം ഇവരുടെ പ്രായം ഇങ്ങനെയല്ലേ, അതുകൊണ്ട് പക്ഷേ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. വിവിധ മേഖലയിലുള്ള അറിവുകൾ പകർന്നു നൽകുക മാത്രമല്ല, കേരളത്തിൻ്റെ IQman എന്നറിയപ്പെടുന്ന അജി ആറിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും എക്സ്പോയുടെ ഭാഗമായുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇതുപോലത്തെ പ്രോജക്റ്റുകളൊക്കെ അമല ചെയ്യുന്നതിൽ. ഇത് 10-60 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള നമ്മളെ വീട്ടിലും നമ്മളെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ട്. എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്. ഓർമ്മശക്തിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ടും ഓർമ്മശക്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. കുഞ്ഞുങ്ങൾക്ക്, മുതിർന്നവർക്ക് വേണ്ടിയുള്ള. അപ്പോൾ ഇവരായിട്ടൊന്ന് എനിക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റി.
എനിക്ക് ഇവരായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ മെഡിക്കൽ എക്സ്പോ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു. 22-ാം തീയതി ആരംഭിച്ച എക്സ്പോ ഇന്ന് അവസാനിക്കും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. കൊള്ളാല്ലേ? മനുഷ്യ ശരീരം എന്താണ്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി എല്ലാം വ്യക്തമായി മനസ്സിലാകും. അതോടൊപ്പം തന്നെ ഒരു അപകടം സംഭവിച്ചാൽ പോലും അത് എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ അവിടെ പറഞ്ഞു കൊടുക്കാനും ആളുണ്ട്. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, മെഡെക്സ് എക്സ്പോയിൽ എല്ലാം കണ്ടറിഞ്ഞ് തന്നെ മനസ്സിലാക്കാല്ലേ? കാരണം കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇതൊക്കെ ചിലപ്പോൾ പാഠപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കണ്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്നാൽ അതിന്റെ സ്ട്രക്ചർ വരെ നമുക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പോരാത്തതിന് എല്ലാം കൃത്യമായി വിശദീകരിച്ച് തരാൻ കൂടി ആളുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇത് കൂടുതൽ ഉപയോഗപ്രദമാകും. അതോടൊപ്പം തന്നെ മെഡെക്സ് എക്സ്പോ എല്ലാവർക്കും കാണാൻ കൂടി കഴിയും എന്നുള്ളത്, നേരിട്ട് ചെന്ന് കാണാൻ കഴിയും എന്നുള്ളത് അതിന്റെ മറ്റൊരു മികച്ച നേട്ടമാണ്. എന്തായാലും അമല ആശുപത്രിയുടെ ഒരു ഉദ്യമത്തിന് വലിയൊരു കയ്യടി. സാധാരണ ആളുകൾക്കും ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനകത്തെ അവയവങ്ങളെക്കുറിച്ചും നമ്മുടെ ശരീരത്തിനകത്തൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ് അമല ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ആളുകൾ, അതായത് ഇതിൻ്റെ ഈ എക്സ്പോയുടെ തുടക്കത്തിൽ അധികം ആളുകളൊന്നും വന്നിരുന്നില്ല. അതായത് ആദ്യ ദിവസമൊക്കെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന് മാത്രമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് എന്ന് കരുതിയാണ് ഒരുപാട് അങ്ങനെയായിരുന്നത്. പക്ഷേ ഇത് കണ്ടിറങ്ങിയവരെല്ലാവരും തന്നെ പറഞ്ഞ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുമായി യാതൊരു ബന്ധം, ഈ മെഡിക്കൽ ഫീൽഡുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ആളുകളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുകയും ഇതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനായി എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു സാധാരണക്കാർക്ക് ഒരു കാരണവശാലും മറ്റെവിടെ നിന്നും ഇത്തരം അറിവുകളൊന്നും തന്നെ ലഭിക്കുകയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഫോറൻസിക് വിഭാഗത്തിൻ്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ആ ഫോറൻസിക് മ്യൂസിയത്തിൽ തന്നെ കൃത്യമായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, തൂങ്ങി മരിച്ചാലും അതുപോലെ തന്നെ കൊലപാതകവും ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് കണ്ടിറങ്ങിയവർക്കെല്ലാം ഒരു പുതിയ അനുഭവമാണ് എന്ന് മാത്രമല്ല ഇതൊരു അവയർനെസ് കൂടിയാണ് നമ്മളുടെ ശരീരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചുറ്റുപാടുകളെ കുറിച്ചും എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ. എന്തായാലും മെഡെക്സ് എക്സ്പോ ഒരു നല്ല ആശയമാണ്.